ഇവിടെ ആ ജനകീയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിവാദങ്ങൾ ഉയർത്തി തടസ്സപ്പെടുത്തുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒറ്റ കാര്യം, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീട് പൂർത്തീകരിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് 2021 പറഞ്ഞതാ കോൺഗ്രസ്. ഇന്ന് നമ്മുടെ കേരളം ആപ്പ് ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇത് പ്രളയകാലത്ത് മെസ്സേജ് ഉണ്ടായില്ലല്ലോ, കോവിഡ് കാലത്ത് മെസ്സേജ് ഉണ്ടായില്ലല്ലോ, ഓക്കി ദുരന്ത കാലത്ത് മെസ്സേജ് ഉണ്ടായിട്ടില്ലല്ലോ. അന്നൊന്നും മെസ്സേജ് സിസ്റ്റം ഇല്ല, ഡിജിറ്റൽ കേരളമായിട്ട് മാറി. 100 സേവനങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ വിരൽ തുമ്പിലാണ്. വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ ആ വിവാഹ പന്തലിൽ ഇരുന്ന മൊബൈലിലൊന്നും ഞെക്കിയ വിവാഹ സർട്ടിഫിക്കറ്റ് വരുന്ന തരത്തിൽ ഒരു സർക്കാർ ഓഫീസുകളിലും പോകേണ്ടാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറി. PSC പരീക്ഷ എഴുതുന്നവരുടെ പ്രായം 40 വയസ്സാക്കി മാറ്റി. ഒരു പ്രളയമോ ദുരന്തമോ വന്നാൽ കേരളത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇൻഷുറൻസ് ചെയ്യുന്ന നിയമം കൊണ്ടുവന്നു. ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തീരുമാനങ്ങൾ വരുമ്പോഴും അതൊരു മാധ്യമവും ചർച്ചയാക്കരുത്. അതിനുവേണ്ടി വിവാദങ്ങൾ ഉയർത്തുക, അങ്ങ് ഹൈക്കോടതി പോവുക, കേസ് കൊടുക്കുക, കേസിന്റെ ഉള്ളടക്കം വെച്ച് ചർച്ച നടത്തുക, കോടതിയുടെ സംശയങ്ങൾ വെച്ച് ചർച്ച നടത്തുക, ഇതാണ് ലക്ഷ്യം. ഇതൊക്കെ ഇപ്പൊ 10 തവണയാണ് തിരിച്ചടി, തുടർച്ചയായിട്ട് 10 തവണയാണ് അടുത്ത കാലത്ത് തിരിച്ചടി കിട്ടിയത്. 11ാമത്തെ തിരിച്ചടിയും വരും. നമുക്കറിയാലോ, തോട്ടപ്പള്ളി മുതൽ ബ്രൂവറി മുതൽ EP ജയരാജനെതിരായിട്ടുള്ള മേഴ്സിക്കുട്ടിയുടെ കേസ്, MM മണി ഡാം തുറന്നു വിട്ടു എന്നുള്ള കേസ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസ്, PPE കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ AI ക്യാമറ, രേഖ ചോദിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ പോയ കേസ്, ഇപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടി അടക്കം 11ാമത്തെ തിരിച്ചടിക്ക് വേണ്ടി മറ്റുള്ളവരും കാത്തിരിക്കുക. അടുത്ത ദിവസം നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം.